എല്ലാവർക്കും നമസ്കാരം. സിംപ്ലക്സ് മെത്തേഡിന്റെ ചില സ്പെഷ്യൽ കേസസ് ആണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ നെക്സ്റ്റ് സ്പെഷ്യൽ കേസായ ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ എങ്ങനെയാണ് സിംപ്ലക്സ് മെത്തേഡിലൂടെ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർക്കായി ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. സിംപ്ലക്സ് മെത്തേഡിൽ ഒപ്റ്റിമം അറ്റൈൻ ചെയ്യുന്ന ടേബിളിൽ ബി കോളത്തിലുള്ള വേരിയബിൾസ്, അതായത് ബേസിക് വേരിയബിൾസിന് മാത്രമാണ് എക്സ് ബി കോളത്തിൽ നിന്നും സൊല്യൂഷൻ കിട്ടുന്നത്. ബേസിക് കോളത്തിൽ ഇല്ലാത്ത, അതായത് നോൺ ബേസിക് ആയിട്ടുള്ള വേരിയബിൾസിന്റെ സൊല്യൂഷൻ 0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വേറൊരു കാര്യം കൂടെ ഒപ്റ്റിമം ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഫൈനൽ സിംപ്ലക്സ് ടേബിളിൽ ബേസിക് വേരിയബിൾസിന്റെ ഡെൽറ്റ ജെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ 0യും നോൺ ബേസിക് വേരിയബിൾസിന്റെ ഡെൽറ്റ ജെ വാല്യൂസ് നോൺ സീറോ വാല്യൂസുമായിട്ടാണ് കിട്ടുക. ഇത് നമ്മൾ മുന്നേ സോൾവ് ചെയ്ത ഒരു LPPയിലെ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ ആണ്. ഇവിടെ എക്സ്, വൈ ആൻഡ് S2 ബേസിക് വേരിയബിൾസ് ആണ്. അവയുടെ ഡെൽറ്റ ജെ നോക്കിക്കഴിഞ്ഞാൽ 0 ആണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അതേപോലെ ഇവിടെ S1 ഒരു നോൺ ബേസിക് വേരിയബിൾ ആണ്. അതായത് S1 ബേസിസ് കോളത്തിൽ ഇല്ലാത്ത ഒരു വേരിയബിൾ ആണ്. അതിന്റെ ഡെൽറ്റ ജെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നോൺ സീറോ ആയിട്ടുള്ള 1 ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് വേറൊരു LPPയിലെ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ ആണ്. ഇവിടെയും ബേസിക് വേരിയബിൾസ് ആയിട്ടുള്ള X1, X2, X3യുടെ ഡെൽറ്റ ജെ വാല്യൂ 0യും നോൺ ബേസിക് വേരിയബിൾസ് ആയിട്ടുള്ള S1, S2, S3യുടെ ഡെൽറ്റ ജെ വാല്യൂസ് നോൺ സീറോയും ആണ്. സാധാരണയായി ഇങ്ങനെയാണ് എല്ലാ സിംപ്ലക്സ് ടേബിളിലും വരേണ്ടത്. എന്നാൽ ഏതെങ്കിലും നോൺ ബേസിക് വേരിയബിളിന്റെ ഡെൽറ്റ ജെ വാല്യൂയും കൂടെ 0 ആയി വന്നു കഴിഞ്ഞാൽ അത് ആ LPPയിൽ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ്, അതായത് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ഉണ്ട് എന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ 2 വേരിയബിൾസ് മാത്രമുള്ള ഒരു LPP ആണെങ്കിൽ നമുക്ക് ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്ത് ആ സെക്കൻഡ് സൊല്യൂഷനെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. മാക്സിമൈസേഷൻ LPP ആണ്. സ്ലാക്ക് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റീറൈറ്റ് ചെയ്യുക. സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ X1നും X2നും സെയിം നെഗറ്റീവ് ഡെൽറ്റ ജെ വാല്യൂ വന്നിരിക്കുകയാണ്. ഞാനിവിടെ X1നെ ഇൻകമിംഗ് ആയി സെലക്ട് ചെയ്യാൻ പോവുകയാണ്. X2നെ ഇൻകമിംഗ് വേരിയബിൾ ആയി സെലക്ട് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. എന്നാലും X1നെ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം X1ന്റെ കോളത്തിലെ എല്ലാ വാല്യൂസും 1 ആണ്. അതുകൊണ്ട് നമുക്ക് കീ എലമെന്റ് 1 ആയിട്ട് കിട്ടുകയും കാൽക്കുലേഷൻസ് ഈസി ആവുകയും ചെയ്യും. ഇനി XB കോളത്തിനെ X1 കോളം കൊണ്ട് ഡിവൈഡ് ചെയ്ത് തീറ്റ കോളം കണ്ടുപിടിക്കുമ്പോൾ S3 ആണ് ഔട്ട് ഗോയിങ് എന്ന് മനസ്സിലാവുന്നു. കീ എലമെന്റ് 1. B ആൻഡ് CB കോളത്തിൽ ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തി കീ എലമെന്റ് 1 ആയതുകൊണ്ട് ആ റോ ഒരു മാറ്റവും കൂടാതെ സെക്കൻഡ് ടേബിളിലെ തേർഡ് റോ ആയിട്ട് എഴുതാം. ഇനി കീ എലമെന്റിന്റെ മുകളിലുള്ള 2 1നെയും നമുക്ക് 0 ആക്കണം. അതിനുവേണ്ടി ആ 2 റോസിൽ നിന്നും കീ എലമെന്റ് 1 ആയിട്ടുള്ള റോ നമുക്ക് സബ്ട്രാക്ട് ചെയ്തെടുക്കാം. ആദ്യം ഫസ്റ്റ് റോയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ പുതിയ ഫസ്റ്റ് റോ ഇങ്ങനെ വരുന്നു. സെക്കൻഡ് റോയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ പുതിയ സെക്കൻഡ് റോയും കിട്ടുന്നു. അങ്ങനെ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ കംപ്ലീറ്റ് ആയി. വീണ്ടും ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ X2 ആണ് ഇൻകമിംഗ് എന്ന് മനസ്സിലാകുന്നു. XB കോളത്തിനെ X2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് തീറ്റ കോളം കണ്ടുപിടിക്കുമ്പോൾ ഇത്തവണ S2 ആണ് ഔട്ട് ഗോയിങ് എന്ന് ക്ലിയർ അല്ലേ? കീ എലമെന്റ് ഇവിടെയും 1 തന്നെ. B ആൻഡ് CB കോളത്തിൽ ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തുക. കൂടാതെ ഇവിടെ കീ എലമെന്റ് 1 ആയതുകൊണ്ട് ആ റോയിന് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. കൂടാതെ കീ എലമെന്റിന്റെ താഴെയുള്ള വാല്യൂ ഓൾറെഡി 0 ആണ്. അതുകൊണ്ട് തേർഡ് റോയ്ക്കും ഒരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല. ഇനി കീ എലമെന്റിന്റെ മുകളിലുള്ള 2നെ 0 ആക്കാൻ ആദ്യം കീ എലമെന്റ് 1 ആയിട്ടുള്ള പുതിയ ടേബിളിലെ സെക്കൻഡ് റോയിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഈ റെഡ് കളറിലെ വാല്യൂസ് ഫസ്റ്റ് റോയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ പുതിയ ഫസ്റ്റ് റോ കിട്ടുന്നു. അങ്ങനെ തേർഡ് ടേബിളും കംപ്ലീറ്റ് ആയി. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ഡെൽറ്റ ജെ വാല്യൂസും പോസിറ്റീവ് ആയതുകൊണ്ട് ഒപ്റ്റിമം ആയിട്ടുണ്ട്. സൊല്യൂഷൻ X1 = 4 ആൻഡ് X2 = 2 എന്ന് കിട്ടുന്നു. പക്ഷെ ഇവിടെ S3 ഒരു നോൺ ബേസിക് വേരിയബിൾ ആണ്. അതിന്റെ ഡെൽറ്റ ജെ വാല്യൂ സാധാരണയായി നോൺ സീറോ വാല്യൂ ആണ് വരേണ്ടത്. അതായത് 0 വരാൻ പാടില്ല. പക്ഷെ ഇവിടെ S3യുടെ ഡെൽറ്റ ജെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഈ LPPക്ക് ഒരു സൊല്യൂഷൻ അല്ല, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ആ ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കണം? ഇവിടെ 2 ഡിസിഷൻ വേരിയബിൾസ് ഉള്ളതുകൊണ്ട് ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്ത് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ എളുപ്പം
കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതിനായി ഓരോ കൺസ്ട്രെയിന്റിനെയും പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി 2 പോയിന്റ്സ് വീതം കണ്ടുപിടിക്കണം. ഗ്രാഫിക് മെത്തേഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർക്കായി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇവിടെ ആദ്യത്തെ ലൈൻ x1 + 2x2 = 10 ആണ്. അത് പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം x1ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x2ന്റെ വാല്യൂ അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടുന്നു. അങ്ങനെ ആദ്യത്തെ പോയിന്റ് 0.5 എന്ന് കിട്ടിയിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ x2ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് പോയിന്റ് 10.0 എന്ന് കിട്ടുന്നു. ഇനി നെക്സ്റ്റ് ഗ്രാഫിൽ 0, 5, 10, 0 പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അവയെ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈൻ ഏതാണെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി അതിൽ x1 + 2x2 = 10 എന്ന് എഴുതുക. കൂടാതെ ഇതൊരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിന്റ് ആയിരുന്നു. അതുകൊണ്ട് ആ ലൈനിന്റെ താഴെയുള്ള ഏരിയയാണ് നമുക്ക് വേണ്ടത്. ഇനി നെക്സ്റ്റ് ലൈൻ x1 + x2 = 6 പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം 2 പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഗ്രാഫിൽ ഈ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്ത് ലൈൻ വരയ്ക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിന്റ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെയും ലൈനിന്റെ താഴെയുള്ള ഏരിയ വേണം സെലക്ട് ചെയ്യാൻ. അടുത്ത കൺസ്ട്രെയിന്റ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നത് x1 = 4 എന്ന ലൈൻ തന്നെയാണ്. x1 ആക്സിസിൽ 4ന് നേരെ വെർട്ടിക്കലായി ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഏരിയയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ കൺസ്ട്രെയിൻസ് എല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ലൈൻസ് എല്ലാം ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ റീജിയൻ, അതായത് ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഫീസിബിൾ റീജിയണിന്റെ ഓരോ വെർട്ടീസസിനും പേര് കൊടുക്കുക. എ എന്ന് പറയുന്ന പോയിന്റ് ഒറിജിൻ തന്നെ ആയതുകൊണ്ട് അതിന്റെ കോർഡിനേറ്റ്സ് 0, 0 ആണ്. ബിയുടേത് 0, 5ഉം ഇയുടേത് 4, 0ഉം ആണ്. സിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആദ്യം സിയുടെ പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഈ 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്തപ്പോഴാണല്ലോ സി ഉണ്ടായത്. അതുകൊണ്ട് ഈ ലൈൻസ് സോൾവ് ചെയ്യുമ്പോൾ x2 = 4, x1 = 2 എന്ന് കിട്ടുന്നു. അപ്പോൾ സിയുടെ കോർഡിനേറ്റ്സ് ആണ് 2, 4. ഇതേപോലെ ഡിയുടെയും പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഇനി ഈ പോയിന്റ്സ് എല്ലാം സെഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് സെഡിന്റെ മാക്സിമം വാല്യൂ നോക്കുമ്പോൾ 24 ആണ് മാക്സിമം. അത് 2 തവണ കിട്ടിയിട്ടുണ്ട്. അതായത് 2 സൊല്യൂഷൻ ഉണ്ടെന്നർത്ഥം. ആദ്യത്തേത് x1 = 2, x2 = 4. സെക്കൻഡ് സൊല്യൂഷൻ x1 = 4, x2 = 2. ഈ 2 കേസിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഒപ്റ്റിമം വാല്യൂ 24 ആണ്. ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ക്ലിയർ ആയോ? എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.